നമസ്കാരം, ഞാൻ ഡോക്ടർ അർജുൻ, ചെങ്ങമ്പള്ളി റെമേഡിയം ഫിഷ്യനാണ്. നമ്മളെ കൂടെ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോ പെട്ടെന്ന് അപസ്മാരം വരികയാണെന്നുണ്ടെങ്കിൽ, സീഷർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് ആ വീണ ഒരാളെ ഒരു മിനുസമായ നല്ലൊരു പ്രതലത്തിലേക്ക് മാറ്റി കിടത്താൻ എന്നുള്ളതാണ് ആദ്യം ചെയ്യുക. കിടത്തിയ ഉടൻ തന്നെ ഇടത് ഭാഗത്തേക്ക് അദ്ദേഹത്തിനെ ചെരിച്ചു കിടത്താൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, വായിൽ നിന്ന് വരുന്ന ഫ്രോത്ത്, നുരയും പതയൊക്കെ തിരിച്ച് ലങ്സിലേക്ക് പോവാതിരിക്കാൻ അത് സഹായിക്കും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റുള്ള കാര്യങ്ങൾ താക്കോലൊക്കെ കൊടുക്കാതിരിക്കുക. ഒരു പണ്ടത്തെ ഒരു ടെക്നിക്ക് മാത്രമാണ്, അതിലൊന്നും നമുക്ക് WHO അത് പറയുന്നില്ല. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എവിടെയെങ്കിലും മുറിവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ട് അടിച്ചു പിടിച്ചിട്ടോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിടിയിപ്പിക്കാൻ ഒന്ന് ശ്രമിക്കാം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മെയിനായിട്ട് നാവുകൾ കൂട്ടിക്കടിച്ചിട്ടുണ്ടാവും. രണ്ട് പല്ലിന്റെ ഇടയിൽ നാവ് അങ്ങനെ വരുന്നു, ചോര വരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും കൂടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് വെച്ചിട്ട് രണ്ട് തള്ളവിരല് കൊണ്ട് താടി ഭാഗത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ നാവ് വിടും. നേരെ നാവ് ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. ചിരിച്ചു കിടക്കുന്ന കൊണ്ട് ആ ചോരയൊക്കെ ഡ്രൂൾ ചെയ്തിട്ട് പുറത്തേക്ക് പോകും. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒരു സീഷറിന്റെ എഫക്ട് ഉണ്ടാവും. അതിൽ എവിടെയെങ്കിലും കൂടുകയാണെങ്കിൽ, ടൈം കൂടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നമസ്കാരം.